ഹായ് ഓൾ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് റിസർച്ച് ഓഫീസർ എക്സാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്സിലെ ഒരു ടോപ്പിക് ആയിട്ടുള്ള മെട്രിസസിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ മെട്രിക്സ് കുറേ പേർക്ക് അറിയാവുന്നത് തന്നെ ആയിരിക്കും. നമുക്ക് എന്തായാലും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോട്ട് തന്നെ പറഞ്ഞു പോവാം. സോ എന്താണ് മെട്രിക്സ് എന്ന് പറയുന്നത്? വാട്ട് യു മീൻ ബൈ എ മെട്രിക്സ്? എ മെട്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. അല്ലെ, മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കുറേ നമ്പേഴ്സിനെ അല്ലെങ്കിൽ കുറേ ഒബ്ജക്റ്റുകളെ റോയും കോളവുമായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഈസ് ഈക്വൽ ടു A11, A12, A21, A22. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്കറിയാം, ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 2 3 4 5 6 റെക്ടാങ്കുലർ ഷേപ്പിൽ കുറേ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഒരു മെട്രിക്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് മെട്രിക്സിനെ പറ്റിയിട്ട് പഠിക്കേണ്ട സാധനം എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്നാണ്. അപ്പോൾ കുറേ നമ്പേഴ്സിനെ റോസ് ആൻഡ് കോളംസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ, റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ, മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, നമ്പർ ഓഫ് റോസിനും നമ്പർ ഓഫ് കോളത്തിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതിനെയാണ് നമ്മൾ ഓർഡർ എന്ന് വിളിക്കുന്നത്. സോ എന്താണ് ഓർഡർ എന്ന് പറഞ്ഞാൽ, റോസ് ഇൻറ്റു കോളം. ഓക്കെ, നമ്മളതിന് എഴുതുന്നത് 3x4 ആണെങ്കിലും 3/4 എന്നൊക്കെയാണ് വായിക്കുന്നത്. ഓക്കെ, മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ റോസ് ബൈ കോളം, ആ ഒരു രീതിയിലാണ് നമുക്ക് വരുന്നത്. സോ എന്താണ് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ എത്ര റോസ് ഉണ്ടെന്ന് നോക്കുക. നിങ്ങൾക്ക് ആലോചിക്കുക, ഇങ്ങനെ നേരെ നേരെ പോകുന്നതാണ് റോസ്, ഇങ്ങനെ കുറുകെ വരുന്നതാണ് എന്ത്? കോളംസ്. അപ്പോൾ ഇവിടെ 2 റോയും 2 കോളവും ഉണ്ട്. സോ ആ മെട്രിക്സ് ഒരു 2/2 മെട്രിക്സ് ആണ്. ഞാൻ അതിന് ഇങ്ങനെയാണ് എഴുതുന്നത്, ആ 2/2 മെട്രിക്സ്, 2/2 മെട്രിക്സ്, 2 × 2 എന്നാണ് എഴുതുന്നതെങ്കിലും വായിക്കുന്നത് 2/2 എന്നാണ്. സോ 2/2 മെട്രിക്സ് ആണ് എന്ത്? ഞാൻ ഈ എക്സാമ്പിളിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ വെറുതെ താഴെ എഴുതി ആ മെട്രിക്സ് നോക്കി, 2 റോയും 3 കോളവും, അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ഒരു 2/3 മെട്രിക്സ് ആണ്. 2/3 മെട്രിക്സ്. ക്ലിയർ? അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം, ഒരു സംശയമില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈപ്സ് ഓഫ് മെട്രിക്സസ് നോക്കാം. ടൈപ്സ് ഓഫ് മെട്രിക്സസിൽ എല്ലാം ഞാൻ പറയുന്നില്ല, ഇതൊരു ബേസിക് ആയിട്ടുള്ള ക്ലാസ് മാത്രമാണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ടൈപ്പുകൾ മാത്രമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ടൈപ്പുകൾ കൂടി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് മെട്രിക്സുകളാണ് റോ മെട്രിക്സും കോളം മെട്രിക്സും. എന്താണ് റോ മെട്രിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റോ മാത്രമുള്ള മെട്രിക്സിനെയാണ് റോ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കോളം എത്ര എണ്ണം വേണമെങ്കിലും വരാം. ഒരു റോ മാത്രമുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റോ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റോ മെട്രിക്സിൻ്റെ ഓർഡർ എപ്പോഴും 1/n ഫോമിലായിരിക്കും. ഓർഡർ എപ്പോഴും 1/n ഫോമിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, എന്താണ് റോ മെട്രിക്സ്? ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, റോ മെട്രിക്സിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഞാനൊരു മെട്രിക്സ് എഴുതി 2 3 4 5. ഇതൊരു മെട്രിക്സ് ആണ്. ഒരു റോയും 4 കോളവുമുള്ള മെട്രിക്സ് ഉണ്ട്. 1 2 3 4 4 കോളമുള്ള ഒരു റോയുള്ള മെട്രിക്സ്. അപ്പോൾ ഇതാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് കോളം മെട്രിക്സ്? ഒരൊറ്റ കോളം മാത്രമുള്ള മെട്രിക്സ് ആണ്. ഇപ്പോൾ 2 3 4 ഇതെന്ന് പറയുന്നത് 3 റോയും 1 കോളവുമുള്ള മെട്രിക്സ് ആണ്. അപ്പോൾ ഇതൊരു കോളം മെട്രിക്സ് ആണ്. അപ്പോൾ എന്താണ് റോ മെട്രിക്സ്, എന്താണ് കോളം മെട്രിക്സ്? ഒരു റോ മാത്രമുള്ള മെട്രിക്സിനെ നമ്മൾ റോ മെട്രിക്സ് എന്ന് വിളിക്കും. ഒരു കോളം മാത്രമുള്ള മെട്രിക്സിനെ നമ്മൾ എന്ത് വിളിക്കും? കോളം മെട്രിക്സ് എന്ന് വിളിക്കും. സോ റോ മെട്രിക്സും കോളം മെട്രിക്സും ക്ലിയർ ആണല്ലോ. അപ്പോൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ അറേ ഓഫ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ആണ് ഇൻ റോസ് ആൻഡ് കോളംസ്. ആ നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ് എഴുതുന്ന ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഡർ ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് റോ മെട്രിക്സും കോളം മെട്രിക്സും. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റോ മാത്രമുള്ള മെട്രിക്സ്, കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കോളം മാത്രമുള്ള മെട്രിക്സ്. ഇത്രയും ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഈ മെട്രിക്സ് തിയറിയിൽ അല്ലെങ്കിൽ മെട്രിക്സുകളുടെ ടൈപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി അങ്ങോട്ട് ഡിറ്റർമിനൻ്റ് പഠിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ പഠിക്കുമ്പോഴൊക്കെ സ്ക്വയർ മെട്രിക്സ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ, നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിട്ടുള്ള സാധനമാണ് സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ നമുക്കറിയാം, മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ അറേ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അവിടുത്തെ റോസും കോളംസും ആണ് അതിനെ റെക്ടാങ്കുലർ ഷേപ്പിലോട്ട് മാറ്റുന്നത്. അപ്പോൾ അതിനൊരു സ്ക്വയർ ഷേപ്പിലോട്ട് മാറ്റണമെങ്കിൽ ഈ പറയുന്ന റോസും കോളംസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ 2 സ്ക്വയർ മെട്രിക്സ് എഴുതാം. നോക്കിയടാ,
1 2 0 -1 ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതിന് 2 റോയും 2 കോളവും ഉണ്ട്. അപ്പോൾ 2/2 സ്ക്വയർ മെട്രിക്സ്, അല്ലെങ്കിൽ ആ 2 നമ്പറും സെയിം ആയതുകൊണ്ട് നമ്മൾ ഒരൊറ്റ നമ്പറിനെ മാത്രമേ സ്പെസിഫൈ ചെയ്യൂ. അതായത് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്ന് വെച്ചാൽ 2/2 മെട്രിക്സ്. ഓക്കെ, സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്ന് പറഞ്ഞാൽ 2/2 മെട്രിക്സ്. അപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കിയടാ, 1 0 3 2 1 4 0 -1 7. ഇതെന്താണ്? ഇതൊരു 3/3 മെട്രിക്സ് ആണ്. അതായത് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എന്താണ്? സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. ക്ലിയർ? കുഴപ്പമില്ലല്ലോ. സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് നോക്കിയാണല്ലോ. ഇനി എന്താണ് സീറോ അഥവാ നൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു മെട്രിക്സിലെ എല്ലാ എൻട്രീസും സീറോ ആണെങ്കിൽ, ഒരു മെട്രിക്സിലെ എല്ലാ എൻട്രീസും സീറോ ആണെങ്കിൽ, എല്ലാ എലമെന്റ്സും സീറോ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ്. അപ്പോൾ 0 0 0 0 0 0 ഇതൊരു 2/3 ഓർഡർ ഉള്ള സീറോ മെട്രിക്സ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ്, എന്താണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് ഓഫ് ഓൾ, ഡയഗണൽ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സ് എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ ഞാനൊരു 3/3 ഡയഗണൽ മെട്രിക്സിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ 3/3 സ്ക്വയർ മെട്രിക്സ് ആയി. ഇനി നോൺ സീറോ എലമെന്റ്സ് ഓൺലി ഓൺ എ മെയിൻ ഡയഗണൽ. അതായത് ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണലിലല്ലാത്ത ബാക്കി എൻട്രീസ് എല്ലാം സീറോ ആയിരിക്കണം. അപ്പോൾ എന്താണ് ഈ മെയിൻ ഡയഗണൽ? മെയിൻ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് നമ്പറിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഡയഗണൽ. ഒരാൾക്ക് 2 ഡയഗണലുണ്ട്, ഇത് 2 ഡയഗണലാണ്. ഇത് ഓഫ് ഡയഗണൽ, അവിടെ നമുക്ക് വേണ്ട. മെയിൻ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് എലമെന്റിൽ നിന്ന് ലാസ്റ്റ് എലമെന്റിലേക്ക് പോകുന്ന ടൈപ്പ് ഓഫ് ഡയഗണലാണ് മെയിൻ ഡയഗണൽ. ക്ലിയർ ആണ്? അപ്പോൾ എന്താണ് മെയിൻ ഡയഗണൽ എന്ന് ക്ലിയർ ആണ്. മെയിൻ ഡയഗണലിൽ അല്ലാത്ത നമ്പേഴ്സ് എല്ലാം സീറോ ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് 3 2 -1, ബാക്കി എല്ലാവരും സീറോ ആണെങ്കിൽ ആ മെട്രിക്സിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കേണ്ടത്. ഇനി കുട്ടികൾ പഠിച്ചു വയ്ക്കുന്ന ഒരു തെറ്റുണ്ട്. ഒരു തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയഗണൽ മെട്രിക്സിന്റെ മെയിൻ ഡയഗണലിലെ എലമെന്റുകൾ എല്ലാം നോൺ സീറോ ആയിരിക്കും എന്നത് തെറ്റാണ്. അതാരും ഇവിടെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഡെഫിനിഷൻ കൃത്യമായിട്ട് വായിക്കുക. നോൺ സീറോ എലമെന്റ്സ് മെയിൻ ഡയഗണലിൽ മാത്രമേ വരാൻ പാടുള്ളൂ. ബാക്കി എല്ലാ എൻട്രീസും എന്തായിരിക്കും? സീറോ ആയിരിക്കും. എന്ന് വെച്ചാൽ മെയിൻ ഡയഗണലിൽ എപ്പോഴും നോൺ സീറോ എൻട്രീസ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സപ്പോസ് ഞാനിപ്പോൾ ഇവിടെ 0 കൊടുത്തു, സ്റ്റിൽ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സിന്റെ ഒരേ ഒരു കണ്ടീഷൻ, മെയിൻ ഡയഗണലിൽ അല്ലാത്ത എൻട്രീസ് എല്ലാം സീറോ ആയിരിക്കണം. ഇവിടെ മെയിൻ ഡയഗണലിൽ അല്ലാത്ത എൻട്രീസ് എല്ലാം സീറോ ആണോ? ആണ്. അപ്പോൾ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. അല്ലാതെ ഡയഗണലിൽ നോൺ സീറോ ഇല്ല, അതുകൊണ്ട് ഡയഗണൽ മെട്രിക്സ് അല്ല എന്നൊന്നും പറയരുത്, അത് തെറ്റാണ്. ഇനി വേണമെങ്കിൽ ഞാൻ ഇവനെയും കൂടെ സീറോ ആക്കി, സ്റ്റിൽ അതെന്താണ്? ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണലിൽ അല്ലാത്ത എല്ലാ എൻട്രീസും സീറോ ആണെങ്കിൽ അത് ഡയഗണൽ മെട്രിക്സ് ആണ്. ക്ലിയർ ആണ്? ഇനി എന്താണ് സ്കെയിലാർ മെട്രിക്സ്? എ ഡയഗണൽ മെട്രിക്സ് വിത്ത് സെയിം ഡയഗണൽ എലമെന്റ്സ്. ഡയഗണൽ മെട്രിക്സ് വിത്ത് സെയിം ഡയഗണൽ എലമെന്റ്സ്. കണ്ടോ, ഇവിടെ ഇപ്പം ഞാൻ 3 0 0 അല്ലെങ്കിൽ നേരത്തെ എഴുതിയതാണെങ്കിൽ 3 2 -1 ഇങ്ങനെയാണ് എഴുതിയത്. പക്ഷെ ഇതിന് പകരം എല്ലാ എൻട്രീസും സെയിം ആകുന്ന ഡയഗണൽ മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ 3 3 3, ബാക്കിയെല്ലാം സീറോസ്. ഇതാണ് എന്ത്? സ്കെയിലാർ മെട്രിക്സ്. ഇവിടുത്തെ ആ ഒരു സെയിം ഡയഗണൽ എലമെന്റ് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, 3 മാത്രം ഡയഗണലിൽ വരുന്ന സെയിം ഡയഗണൽ എലമെന്റ്സ് വരുന്ന മെട്രിക്സിനെയാണ് സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ്? നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും. ഡയഗണൽസിൽ ആര് വരിക? 1 വരിക. ഈ സെയിം നമ്പറായ 3ക്ക് പകരം 1 ഇട്ട് കൊടുത്താൽ അതെന്തായി? ഐഡന്റിറ്റി മെട്രിക്സ് ആയി. 1 ഇട്ട് കൊടുത്താൽ എന്തായി? ഐഡന്റിറ്റി മെട്രിക്സ് ആയി. അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ഒരു സ്കെയിലാർ മെട്രിക്സ് ആണ്. ആ സ്കെയിലാർ മെട്രിക്സിന്റെ സെയിം ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആരായിരിക്കും? 1 ആയിരിക്കും. ഐഡന്റിറ്റി മെട്രിക്സ് എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ഒരു സ്കെയിലാർ മെട്രിക്സ് ആണ്. ആ സെയിം ആയിട്ട് വരുന്ന നമ്പേഴ്സ് എന്തായിരിക്കും? 1 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അതെല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് നോക്കാം. നോക്കിയടാ, നമ്മൾ ഏതൊക്കെ ടൈപ്പ് മെട്രിക്സ് പഠിച്ചു? റോ ആൻഡ് കോളം മെട്രിക്സ്. ഒരു റോ മാത്രമുള്ള മെട്രിക്സിനെ റോ മെട്രിക്സ് എന്ന് വിളിക്കും. ഒരു കോളം മാത്രമുള്ള മെട്രിക്സിനെ കോളം മെട്രിക്സ് എന്ന് വിളിക്കും. നെക്സ്റ്റ് സ്ക്വയർ മെട്രിക്സ് ആണ്. നമ്പർ ഓഫ് റോസും കോളംസും ഈക്വൽ ആണെങ്കിൽ അതിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കും. എല്ലാ എൻട്രീസും സീറോ ആണെങ്കിൽ സീറോ മെട്രിക്സ് എന്ന് വിളിക്കും. ഡയഗണൽ എൻട്രീസ്, അതായത് മെയിൻ ഡയഗണലിൽ മാത്രം നോൺ സീറോസ് വരാം, ബാക്കിയെല്ലാം സീറോസ് ആണെങ്കിൽ അത് ഡയഗണൽ മെട്രിക്സ്. ആ ഡയഗണൽ മെട്രിക്സിലെ എല്ലാ എൻട്രീസും സെയിം ആണെങ്കിൽ സ്കെയിലാർ മെട്രിക്സ്. ആ സെയിം ആയിട്ട് വരുന്ന നമ്പേഴ്സ് 1 ആണെങ്കിൽ അത് ഐഡന്റിറ്റി മെട്രിക്സ്. ക്ലിയർ ആണല്ലോ? ടൈപ്സ് ഓഫ് മെട്രിക്സസ് ക്ലിയർ ആണല്ലോ? എന്നാൽ ടൈപ്സ് ഓഫ് മെട്രിക്സസ് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയും പല ടൈപ്സ് ഓഫ് മെട്രിക്സസ് ഉണ്ട്.
ഓക്കെ, അത് ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ലോവർ ട്രയാങ്കുലർ മെട്രിക്സും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ക്ലാസ്സിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇനി പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഒരു മെട്രിക്സിലെ ഓരോ എൻട്രികൾക്കും പേരുണ്ട്. പേരെന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ വെറുതെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പേരുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു മെട്രിക്സിനെ കൺസിഡർ ചെയ്യുന്നു, എ എന്ന് പറയുന്ന മെട്രിക്സ്. ഈ മെട്രിക്സിന് ഞാൻ പേര് കൊടുത്തു എ എന്ന് പറയുന്ന മെട്രിക്സ്. ആ എ എന്ന് പറയുന്ന മെട്രിക്സിലെ സപ്പോസ് ഒരു 5 എന്ന് പറയുന്ന നമ്പറിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കുക, ആ 5 ഈ പറയുന്ന മെട്രിക്സിൻ്റെ രണ്ടാമത്തെ റോയിലാണ്. ഈ പറയുന്ന മെട്രിക്സിൻ്റെ രണ്ടാമത്തെ റോയിലാണ്, അത് ആദ്യം കൊടുക്കുക. ഇനി രണ്ടാമത്തെ കോളത്തിലാണ്, അത് രണ്ടാമത് കൊടുക്കുക. A22 ആണ് 5 എന്ന് പറയുന്നത്. സോ ഒരു മെട്രിക്സിൻ്റെ എത്രാമത്തെ റോയിലെ എത്രാമത്തെ കോളത്തിലെ എലമെൻ്റ് ആണ് എന്നുള്ളതാണ് ആ ഒരു എലമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു A31 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മെട്രിക്സിലെ മൂന്നാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെൻറ്റ്. മൂന്നാമത്തെ റോ ഇവിടെ ഇല്ല, അപ്പോൾ രണ്ടാമത്തെ റോ കൊടുക്കാം. രണ്ടാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെൻറ്റ് അത് 4 ആണ്. അനദർ എക്സാമ്പിൾ A13, ഒന്നാമത്തെ റോയിലെ മൂന്നാമത്തെ എലമെൻറ്റ് ദാറ്റ് ഈസ് 3. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡയഗണൽ മെട്രിക്സിൽ ഒരു കാര്യം പറഞ്ഞു, Aij equal to 0 for I not equal to j. എന്താ അർത്ഥം? Aij equal to 0 for I not equal to j എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നുമില്ല, ഞാനൊരു സ്ക്വയർ മെട്രിക്സ് വരച്ച് കാണിച്ചു തരാം. നോക്കിയടാ, സ്ക്വയർ മെട്രിക്സിൽ നമുക്ക് ഡയഗണൽ മെട്രിക്സ് ആണ് നമുക്ക് വേണ്ടത്. ഞാൻ സപ്പോസ് ഒരു ഡയഗണൽ മെട്രിക്സ് വരച്ചു. 1 2 3 0 0 0 0 0 0. ഇതൊരു 3x3 ഡയഗണൽ മെട്രിക്സ് ആണ്. A11 ആണിത്, ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെൻറ്റ്. A22 ആണിത്, രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെൻറ്റ്. A33 ആണിത്, മൂന്നാമത്തെ റോയിലെ മൂന്നാമത്തെ എലമെൻറ്റ്. അപ്പോൾ ഈ മെയിൻ ഡയഗണലിലെ എലമെൻറ്റ്സിൻ്റെ എല്ലാം ഫോം എന്ന് പറയുന്നത് AI ആയിരിക്കും. അതായത് റോയുടെയും കോളത്തിൻ്റെയും നമ്പർ സെയിം ആയിരിക്കും. ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് റോ സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് റോ തേർഡ് എലമെൻറ്റ്. ഇനി ഉണ്ടായിരുന്നെങ്കിൽ ഫോർത്ത് റോ ഫോർത്ത് എലമെൻറ്റ്. അപ്പോൾ ബാക്കിയുള്ളവരാണ് 0 ആവേണ്ടത്. അതായത് Aij ഈസ് ഈക്വൽ ടു 0 ഫോർ ഓൾ I നോട്ട് ഈക്വൽ ടു j. ഇപ്പോൾ ഇവിടെ കണ്ടോ, I നോട്ട് ഈക്വൽ ടു j ഉള്ള ഏത് നമ്പർ എടുത്താലും, സപ്പോസ് A21 രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ എലമെൻറ്റ് I നോട്ട് ഈക്വൽ ടു j ആണ്, 0 ആവണം. A32 അത് 0 ആവണം. അങ്ങനെ ഏതൊരു Aij എടുത്താലും I നോട്ട് ഈക്വൽ ടു j ആണെങ്കിൽ അത് 0 ആയിരിക്കും. സോ അതാണ് ഡയഗണൽ മെട്രിക്സിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് ആ ഒരു നമ്പറിൻ്റെ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഐഡൻറ്റിറ്റി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ ഐഡൻറ്റിറ്റി ആയിട്ട് ആക്ട് ചെയ്യും. AI ഈസ് ഈക്വൽ ടു IA ഈസ് ഈക്വൽ ടു A ആയിരിക്കും. അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സിനെ നമ്മൾ എപ്പോൾ കൊണ്ട് ഏതൊരു മെട്രിക്സിനെയും ഐഡൻറ്റിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. മൾട്ടിപ്ലിക്കേഷനൊക്കെ നമുക്ക് പറയാം. നെക്സ്റ്റ് നമ്മൾ മെട്രിക്സ് ഓപ്പറേഷനിലോട്ടാണ് പോകുന്നത്. എന്താണ് അഡിഷൻ, സബ്ട്രാക്ഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 മെട്രിക്സസ്, ഇതാണ് മെട്രിക്സ് ഓപ്പറേഷൻ. പിന്നെ ട്രാൻസ്പോസ് വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മെട്രിക്സ് അഡിഷൻ? രണ്ട് മെട്രിക്സിനെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ മെട്രിക്സ് അഡിഷൻ്റെ എക്സാമ്പിൾ 1 2 3 4 5 6 7 8 9. മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിൽ അതിന് സെയിം ഓർഡർ ആയിരിക്കണം. -1 0 0 2 -1 -2 7 3 1. മെട്രിക്സ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുക. നോക്കി, ഒന്നാമത്തെ എലമെൻറ്റ് ആഡ് ചെയ്യുക. 1 - 1 0, 2 + 0 2, 3 + 0 3. അതായത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അടുത്ത 4 + 2 6 വരും. 4 + 2 6 വരും. 5 + -1 5 + -1 4 വരും. 6 - 2 6 - 2 4 വരും. 7 + 7 14 ആണ്. 8 + 3 11 ആണ്. 9 + 1 10 ആണ്. കറസ്പോണ്ടിങ് എൻട്രീസ് ആഡ് ചെയ്താൽ മെട്രിക്സ് അഡിഷൻ ആയി. ഇനി മെട്രിക്സ് അഡിഷനിൽ എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. മെട്രിക്സ് അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്, അവിടുത്തെ ഐഡൻറ്റിറ്റി 0 മെട്രിക്സ് ആണ്. എന്താണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ A + B ഈസ് ഈക്വൽ ടു B + A ആയിരിക്കും. ഏതൊരു മെട്രിക്സ് എടുത്താലും A + B ഈസ് ഈക്വൽ ടു B + A ആയിരിക്കും. അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ Aയും Bയും ആഡ് ചെയ്തിട്ട് C ആഡ് ചെയ്താലും Bയും Cയും ആഡ് ചെയ്തിട്ട് A ആഡ് ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും.
സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു മെട്രിക്സിൻ്റെ കൂടെയും സീറോ മെട്രിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെട്രിക്സ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി എന്താണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ? കെ എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിലെ എല്ലാ എൻട്രീസിനെയും കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ 3 ഇൻറ്റു മെട്രിക്സ് 2 3 1 0 1 -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എൻട്രിയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 6, 3 × 3 9, 3 × 1 3, 3 × 0 0, 3 × 1 3, 3 × -2 -6. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്താണ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കൂടുതൽ ചോദിക്കാറുണ്ട്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റോസും കോളംസും മൾട്ടിപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞുകൂടെങ്കിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ വഴി കാണിച്ചു തരാം. 2 1 3 1 4 2. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ആദ്യമേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുന്ന എപ്പോഴാണ്, അല്ലാത്ത എപ്പോഴാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ എ ഒരു m/n മെട്രിക്സും ബി ഒരു n/p മെട്രിക്സും ആണെങ്കിൽ ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസും ഇവിടുത്തെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ ബി എന്ന് പറയുന്ന മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ എയിലെ നമ്പർ ഓഫ് കോളംസും ബിയിലെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, എ എന്ന് പറയുന്ന മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ എയിലെ നമ്പർ ഓഫ് കോളംസും ബിയിലെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുക്കുന്ന അടുത്ത മെട്രിക്സ് എന്ന് പറയുന്നത് നോക്കിയടാ 1 2 0 -1 ഓക്കെ 4 0. ഇതാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 റോയും 3 കോളവുമാണ്. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 3 റോയും 2 കോളവുമാണ്. ക്ലിയർ? ഇത് ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, ഇവിടെ എ എന്ന് പറയുന്നത് m/n-ഉം ബി എന്ന് പറയുന്നത് n/p ആണെങ്കിൽ ഇവിടുത്തെ ലാസ്റ്റ് നമ്പറും ഇവിടുത്തെ ആദ്യത്തെ നമ്പറും സെയിം ആയിരിക്കണം. കിട്ടുന്ന ഉത്തരം എ ബിയുടെ ഓർഡർ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി കളയുക. അപ്പോൾ m/p ആയിരിക്കും കിട്ടുന്ന ഉത്തരത്തിൻ്റെ ഓർഡർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ കിട്ടുന്ന ഉത്തരത്തിൻ്റെ ഓർഡർ കിട്ടി. ഈ 3യും കളഞ്ഞാൽ കിട്ടുന്ന 2/2 ആയിരിക്കും നമുക്കുള്ള കിട്ടുന്ന ഉത്തരത്തിൻ്റെ ഓർഡർ. ഇനി അതെങ്ങനെ കിട്ടുമെന്ന് നോക്കാം. നോക്കിയടാ, എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കാം. വളരെ എളുപ്പമാണ്, നിങ്ങളൊന്ന് കറക്റ്റ് മനസ്സിലാക്കിയാൽ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, നോക്കിയടാ. ഓക്കെ, കുറച്ച് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കാം. മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കാം. നോക്കിയടാ, ആദ്യമേ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ, അതാ ഒന്നാമത്തെ റോയിനെ ഒന്നാമത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഓരോ എൻട്രീസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 1 എത്രയാണ്? 2 ആണ്. പ്ലസ് 1 × 0 അത് 0 ആണ്. പ്ലസ് 3 × 4 എത്രയാണ്? 3 × 4 എന്ന് പറയുന്നത് 12 ആണ്. 3 × 4 എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ഒന്നാമത്തെ നമ്പറിനെ ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ രണ്ടാമത്തെ നമ്പറിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, മൂന്നാമത്തെ നമ്പറിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ ആണ്? ഇനി അടുത്തത് ഫസ്റ്റ് റോ കൊണ്ട് എന്ത് ചെയ്യുക? രണ്ടാമത്തെ കോളം മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് റോ കൊണ്ട് രണ്ടാമത്തെ കോളം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരുവാടാ? ഫസ്റ്റ് റോയിനെ നോക്കിയേ, 2 × 2 അത് അടുത്ത നമ്പറായിട്ട് എഴുതുക. 2 × 2 4, 1 × -1 അത് -1, പ്ലസ് 3 × 0 അത് 0. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ആ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ആദ്യത്തെ റോയിനെ ആദ്യത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് എൻട്രി ആയിട്ട് എഴുതി. അതിനൊരു രസമുണ്ട് കേട്ടോ. ആദ്യത്തെ റോയിനെ ആദ്യത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, ആദ്യത്തെ റോയിനെ രണ്ടാമത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് സെക്കൻഡ് എലമെൻറ്റ്. ക്ലിയർ? ഇനി റോ ഉണ്ടോ? ഇല്ല. ഫസ്റ്റ് റോയിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ മൂന്നാമത്തെ കോളം ഉണ്ടോ? ഇല്ല. അപ്പോൾ രണ്ടാമത്തെ റോ സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ റോയിനെ ആദ്യത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുത്തെ എലമെൻറ്റ് കിട്ടി. ഓക്കെ, രണ്ടാമത്തെ റോയിനെ രണ്ടാമത്തെ എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുത്തെ റോ കിട്ടി. ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ റോയും ഇല്ല കോളവും ഇല്ല. സോ ഇതാണ് നമുക്ക് കിട്ടേണ്ട മെട്രിക്സ്.
ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടേണ്ട മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് കിട്ടേണ്ട മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇനി ഞാൻ ഒന്ന് എഴുതി കാണിക്കാം. ഓക്കെ, ബാക്കി രണ്ടാമത്തെ റോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഇവനെ വെട്ടി. രണ്ടാമത്തെ റോ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. രണ്ടാമത്തെ റോ മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ റോയിനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ റോയിനെ എന്ത് ചെയ്യാം? ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ റോയിനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരുമെന്ന് നോക്കാം. 1 × 1 1 × 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. 4 × 0 അത് 0 തന്നെയാണ്. 2 × 4 അത് 8 ആണ് അല്ലേ? ഇനി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് രണ്ടാമത്തെ കോളം എടുക്കാം. രണ്ടാമത്തെ കോളം എടുക്കുന്നു. രണ്ടാമത്തെ കോളം എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1 × 2 അത് 2 ആണ്. 4 × -1 -4 ആണ്. പ്ലസ് 2 × 0 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഉം 2 ഉം 14, 4 - 1 3, 8 1 9, 2 - 4 -2. 0 മൈൻഡ് ചെയ്യേണ്ട. 2/2 മെട്രിക്സ് ആൻസർ കിട്ടി. സോ ഇങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കണ്ടുപിടിക്കുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക. പിന്നെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഓരോ റോയിനെയും ഓരോ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ സാധ്യമാക്കുന്നത്. ക്ലിയർ ആണല്ലോ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് സ്ഥിരമായിട്ട് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് AB ≠ BA. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇത് ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചോ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. AB ≠ BA ആണ്. ക്ലിയർ? ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ് എന്ന് വെച്ചാൽ AB × C എന്ന് പറയുന്നത് A × BC ആണ്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ A × B + C = AB + AC ആണ്. അതേപോലെ തന്നെ A + B × C എന്ന് പറഞ്ഞാൽ AC + BC ആണ്. ഇതൊക്കെ ഇങ്ങനെ എഴുതി തരുന്നത് ഇതൊക്കെ ചോദിക്കാം കേട്ടോ. ഇതൊക്കെ എക്സാമിന് ചോദിക്കാം. എക്സാമിന് എങ്ങനെ ചോദിക്കും? ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ശരി ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ എന്നിട്ട് പറയും AB = BA, AB × C = A × BC, അതേപോലെ തന്നെ A × B + C = AB + AC. അങ്ങനെയൊക്കെ തരുമ്പോൾ ഈ AB = BA എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കാം. ഇനി ഐഡന്റിറ്റി മെട്രിക്സ് ആണ് യൂണിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ I × A എന്ന് പറയുന്നതും A × I എന്ന് പറയുന്നതും A തന്നെയായിരിക്കും. ഇനി എന്താണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്? വെരി സിമ്പിൾ കളക്ഷൻ, വെരി സിമ്പിൾ കൺസെപ്റ്റ് ആണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഈ ഒരു കോൺസെപ്റ്റ് എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ റോ എടുത്ത് കോളം ആക്കുക, കോളം എടുത്ത് റോ ആക്കുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു മെട്രിക്സ് എഴുതി, A എന്ന് പറയുന്ന മെട്രിക്സ്. നമ്മൾ നേരത്തെ തുടങ്ങിയ മെട്രിക്സ് തന്നെ എഴുതാം. നോക്കിയാടാ, നേരത്തെ തുടങ്ങിയ മെട്രിക്സ് ഏതായിരുന്നു? 2 1 3 1 4 2. ഓക്കെ, 2 1 3 2 1 3 1 4 2. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ റോ എടുത്ത് കോളം ആക്കുക, 2 1 3. അടുത്ത റോ കോളം ആക്കുക, 1 4 2. ഇതാണ് ട്രാൻസ്പോസ്. അപ്പോൾ ഈ എയുടെ മെട്രിക്സിൻ്റെ ഓർഡർ 2/3 ആയിരുന്നെങ്കിൽ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3/2 ആയിരിക്കും അല്ലേ? 2 1 3 1 4 2നെ 2 1 3 1 4 2 എന്ന് എഴുതി. ഇനി എന്താണ് സിമട്രിക് അഥവാ സ്ക്യൂ സിമട്രിക് മെട്രിക്സ്? അതിന് മുന്നേ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസ് പറയാം. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ മെട്രിക്സ് തന്നെ കിട്ടും. ഫോർ എക്സാമ്പിൾ ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഒന്നുകൂടി എടുത്തു നോക്കി. A ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ റോയിനെ പിടിച്ച് കോളം ആക്കുക, 2 1. അടുത്ത റോയിനെ പിടിച്ച് അടുത്ത കോളം ആക്കുക, 1 4. അടുത്ത റോയിനെ പിടിച്ച് അടുത്ത കോളം ആക്കുക, 3 2. ഇത് ആരാടാ? ഇത് നമ്മൾ തുടങ്ങിയ മെട്രിക്സ് അല്ലേ? അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ആ മെട്രിക്സ് ആയിരിക്കും. ഇനി A + B ദ ഹോൾ ട്രാൻസ്പോസ്, ഒരു മെട്രിക്സിൻ്റെ അഡിഷൻ എടുത്തിട്ട് ട്രാൻസ്പോസ് എടുക്കുന്നതും ആ മെട്രിക്സുകളുടെ ട്രാൻസ്പോസ് എടുത്തിട്ട് ആഡ് ചെയ്യുന്നതും സെയിം ആയിരിക്കും. അപ്പോൾ A + B ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ്. പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചു വെച്ചോ. A + B ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ് ആയിരിക്കും. A + B ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ്, ഇതാണ്ട് സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുണ്ട്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. AB ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് B ട്രാൻസ്പോസ് × A ട്രാൻസ്പോസ് ആയിരിക്കും. ഇതിപ്പോൾ തന്നെ പഠിച്ചു വെച്ചോ. ചിലർ തെറ്റിക്കും. എന്ത് തെറ്റിക്കും? A + B ദ ഹോൾ ട്രാൻസ്പോസ് പോലെ AB ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് A ട്രാൻസ്പോസ് × B ട്രാൻസ്പോസ് ആയിരിക്കും എന്ന് വിചാരിക്കും. പൊട്ട തെറ്റാണ്.
ഓപ്ഷനിൽ കാണും. ഓക്കെ, അപ്പോൾ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ, മറക്കണ്ട. ക്ലിയർ? ഇനി എന്താണ് സിമട്രിക് ആൻഡ് സ്ക്യൂ സിമട്രിക് മെട്രിക്സ്? എന്താണ് സിമട്രിക് ആൻഡ് സ്ക്യൂ സിമട്രിക് മെട്രിക്സ്? പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ചോദ്യമാണ്. സിമട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ആയിരിക്കും. സിമട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ആയിരിക്കും. ഓക്കെ, സ്ക്യൂ സിമട്രിക് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് എ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നമുക്ക് വേഗം നോക്കാം. എന്താണ് സിമട്രിക് മെട്രിക്സിന്റെ എക്സാമ്പിൾ? സിമട്രിക് മെട്രിക്സിന് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ തരുവാണെങ്കിൽ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ അത് സ്ക്വയർ മെട്രിക്സിൽ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ എഴുതുന്നു, ഏറ്റവും ചെറിയ എക്സാമ്പിൾ എഴുതാം. 1 3 3 4. ഓക്കെ, അപ്പോൾ ഇത് എ ആണെങ്കിൽ ഇതിന് ട്രാൻസ്പോസ് എടുത്ത് നോക്കുക. ഇതിന് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഈ 1 3 പിടിച്ച് കോളോ ആക്കുക, ഈ 3 4 പിടിച്ച് അടുത്ത കോളോ ആക്കുക. സെയിം മെട്രിക്സ് കിട്ടി. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണെങ്കിൽ അത് സിമട്രിക് മെട്രിക്സ്. എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ അത് സ്ക്യൂ സിമട്രിക് മെട്രിക്സ്. ഇനി നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനുള്ള റിസൾട്ടാണ് ഒരു സ്ക്വയർ മെട്രിക്സ് എയിനെ നമ്മൾ സിമട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമട്രിക് മെട്രിക്സിൻ്റെയും സം ആയിട്ട് എപ്പോഴും എഴുതാൻ പറ്റും. അതായത് എ ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 എന്ന് എഴുതിയാൽ ഈ എ പ്ലസ് എ ട്രാൻസ്പോസ് എപ്പോഴും സിമട്രിക് ആയിരിക്കും, എ മൈനസ് എ ട്രാൻസ്പോസ് എപ്പോഴും എന്തായിരിക്കും? സ്ക്യൂ സിമട്രിക് ആയിരിക്കും. കുഴപ്പമില്ലല്ലോ, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. എ പ്ലസ് എ ട്രാൻസ്പോസ് എപ്പോഴും സിമട്രിക് ആയിരിക്കും, എ മൈനസ് എ ട്രാൻസ്പോസ് എപ്പോഴും എന്തായിരിക്കും? സ്ക്യൂ സിമട്രിക് ആയിരിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ സ്ക്യൂ സിമട്രിക് മെട്രിക്സിൻ്റെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് എപ്പോഴും 0 ആയിരിക്കും. സ്ക്യൂ സിമട്രിക് മെട്രിക്സിൻ്റെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെച്ചാൽ നല്ലതാണ്. സ്ക്യൂ സിമട്രിക് മെട്രിക്സിൻ്റെ മെയിൻ ഡയഗണലിലെ എലമെൻറ്റ്സ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആണെങ്കിൽ സ്ക്യൂ സിമട്രിക് ആണെന്നല്ല, തിരിച്ച് സ്ക്യൂ സിമട്രിക് ആണെങ്കിൽ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കും. പക്ഷേ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിട്ട് സ്ക്യൂ സിമട്രിക് ആവാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പടപടാന്ന് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് കൂടി നോക്കിയിട്ട് ഈ ക്ലാസ് നിർത്താം. അതിൻ്റെ ലാസ്റ്റ് റിസർച്ച് ഓഫീസറിന് തന്നെ ചോദിച്ചിട്ടുള്ളൊരു PYQ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണത്. ദ ഓർഡർ ഓഫ് ദി മെട്രിക്സ്. ഈ മെട്രിക്സിൻ്റെ ഓർഡർ പറ, എല്ലാവരും പറ. 2 റോയും 3 കോളവും അല്ലേ? 2 റോയും 3 കോളവും അല്ലേ? അപ്പോൾ അതൊരു 2/3 മെട്രിക്സ് ആണ്. 2 റോയും 3 കോളവും ആയതുകൊണ്ട് അതൊരു 2/3 മെട്രിക്സ് ആണ്. സോ ഓപ്ഷൻ 2/3. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ക്വയർ മെട്രിക്സ്? നമ്പർ ഓഫ് റോസും കോളംസും ഈക്വൽ ആണെങ്കിൽ അതെന്ത്? സ്ക്വയർ മെട്രിക്സ്. നമ്പർ ഓഫ് റോസും കോളംസും ഈക്വൽ ആണെങ്കിൽ അത് സ്ക്വയർ മെട്രിക്സ്. അടുത്ത നിങ്ങൾ പറ, എ മെട്രിക്സ് ഹാവിങ് ഓൾ ഓഫ് ഇറ്റ്സ് എലമെൻറ്റ്സ് 0 ഈസ് കോൾഡ്. എല്ലാ എലമെൻറ്റ്സും 0 ആണെങ്കിൽ ആ മെട്രിക്സിന് നമ്മൾ എന്ത് പേര് വിളിക്കും? എല്ലാ എലമെൻറ്റ്സും 0 ആണെങ്കിൽ ആ മെട്രിക്സ് നമ്മൾ വിളിക്കുന്ന പേര് സീറോ മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ പറ, എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ്? ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സ്, മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ആയിരിക്കും, ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 ആയിരിക്കും. എന്താണ് സ്കെയിലാർ മെട്രിക്സ്? ഡയഗണൽ എലമെൻറ്റ്സ്, മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഒരു ഫിക്സ്ഡ് നമ്പർ ആയിരിക്കും, ബാക്കി എല്ലാം 0 ആയിരിക്കും. അതാണ് നമ്മളുടെ സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡയഗണൽ എലമെൻറ്റ്സ്? ഡയഗണൽ മെട്രിക്സ് എന്താണ്? ഈ പറയുന്ന ഡയഗണൽ എലമെൻറ്റ്സിൽ മാത്രം നോൺ സീറോ എൻട്രീസ് വരാം, ബാക്കി എൻട്രീസ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാം, എ ഈസ് എ 3/2 മെട്രിക്സ് ആൻഡ് ബി ഈസ് എ 2/4 മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ ഓർഡർ പറ. നമ്മളിത് ഫോർമുലയായിട്ട് തന്നെ പഠിച്ചതാണ്. എയുടെ ഓർഡർ m/n ബിയുടെ ഓർഡർ n/p ആണെങ്കിൽ എ ബിയുടെ ഓർഡർ m/n ആയിരിക്കും. ഇത്രയും കാര്യമായിട്ടൊന്നും ആലോചിക്കണ്ട. നോക്കിയടാ, ഇവിടത്തെ രണ്ടാമത്തെ നമ്പറും ഇവിടത്തെ ആദ്യത്തെ നമ്പറും സെയിം ആണെങ്കിൽ ആ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. ഒന്നാമത്തെ ചോദ്യം, അതൊരു ചോദ്യമാണ്, മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് എളുപ്പമാക്കാൻ ഇവിടത്തെ രണ്ടാമത്തെ നമ്പറും ഇവിടത്തെ ആദ്യത്തെ നമ്പറും ഈക്വൽ ആണോ നോക്കിയാൽ മതി. അത് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ അവന്മാരെങ്ങ് വെട്ടിക്കളയാം. ബാക്കി എന്തുണ്ടോ അതാണ് അടുത്തതിൻ്റെ ഓർഡർ, 3/4. എ ബിയുടെ ഓർഡർ 3/4. Which of the following is always true? A plus B is equal to B plus A. Not always true. Which of the following is not always true? A plus B is equal to B plus A. AB into C is equal to A into BC. AB is equal to BA. A into B plus C is equal to AB plus AC. പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ ഇത്? വെറുതെ അങ്ങ് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ വരും, എന്താണിത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ഓർത്ത് വെച്ചേക്കേണ്ട, തിരിഞ്ഞു പോകരുതാത്ത സാധനമാണ് AB not equal to BA ആണ്.
അപ്പോൾ ഇവിടെ എ ബി ഈക്വൽ ടു ബി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അല്ലേ. തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് ഇവിടുത്തെ ശരി ഉത്തരം, നോട്ട് ഓൾവേസ് ട്രൂ. അപ്പോൾ അവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് എ ബി ഈക്വൽ ടു ബി എ, അതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഈ ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, എ പ്ലസ് എ ട്രാൻസ്പോസ് പഠിച്ചു വെച്ചോടാ. ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും, എ മൈനസ് എ ട്രാൻസ്പോസ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആവുന്നത്. ഒരു മെട്രിക്സ് സിമെട്രിക് ആവണമെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് അതിനോട് ഈക്വൽ ആവണം. ഓക്കെ, അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആവണമെങ്കിൽ ഇവൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ എ പ്ലസ് എ ട്രാൻസ്പോസ് കിട്ടണം. നോക്കാം, നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് ഉപയോഗിക്കാം. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ് അല്ലേ. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ്. റിസൾട്ട് എടുത്തോ, എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ തന്നെയാണ്. സോ അപ്പോൾ എ കിട്ടും. ഒന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഇത് എ പ്ലസ് എ ട്രാൻസ്പോസ്. ഇങ്ങനെ തിരിച്ചെഴുതാൻ പറ്റുന്നതിനും കാരണമുണ്ട്. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ ആണ് എന്നുള്ളതാണ് കാരണം അല്ലേ. അപ്പോൾ ഇത് എ പ്ലസ് എ ട്രാൻസ്പോസ് തന്നെ കിട്ടി. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് എപ്പോഴും സിമെട്രിക് ആയിരിക്കും. എ മൈനസ് എ ട്രാൻസ്പോസ് എപ്പോഴും സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. എന്താണ് സീറോ മെട്രിക്സ്, എല്ലാ എൻട്രീസും സീറോ വരണം. എന്താണ് ഓർത്തഗോണൽ മെട്രിക്സ്, അത് നമുക്ക് പിന്നെ പഠിക്കാം. നമ്മൾ പറഞ്ഞു എല്ലാ ടൈപ്പ് ഓഫ് മെട്രിക്സ് നമ്മൾ പഠിച്ചിട്ടില്ല. ഓർത്തഗോണൽ മെട്രിക്സ് ഒക്കെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇനി ട്രാൻസ്പോസ് ഓഫ് എ കോളം മെട്രിക്സ്. ഒരു കോളം മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്തായിരിക്കും? കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കോളം മാത്രമുള്ള മെട്രിക്സ്, അതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ ശരിക്കും എന്ത് വരും അറിയാവോ, ഒരു കോളം വരും. ഫോർ എക്സാമ്പിൾ 1 2 3 4, അതിന് ട്രാൻസ്പോസ് എടുത്താൽ 1 2 3 4, അതെന്താണ്, റോ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ കോളം മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്താണ്, റോ മെട്രിക്സ് ആണ്. എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ അത് ഏത് മെട്രിക്സ് ആയിരിക്കും, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. പി വൈ ക്യൂ ഉണ്ട്. പി വൈ സെർച്ച് ഓഫീസറിന്റെ 2015 എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പി വൈ ക്യൂ ആണ് കേട്ടോ. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണമല്ലോ. അപ്പോൾ 2015 പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണത്. 2015 ഒരു പി വൈ ക്യൂ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. 2015 പി വൈ ക്യൂ ആണ്. ക്വസ്റ്റ്യൻ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. നോക്കിയടാ, ഞാൻ ഇനി കാണാൻ ഒരു വഴി വെച്ചുതരാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് എനി ടു സ്ക്വയർ മെട്രിസസ് ഓഫ് ദി സെയിം ഓർഡർ ഈസ് ഫോൾസ്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടി കാണാമെന്ന് വിചാരിക്കുന്നു. നോക്കിയടാ, ഇതിൽ ഏതാണ് ശരി? അഡിഷൻ അസോസിയേറ്റീവ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്, അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇത് ഞാൻ ഒരുപാട് തവണ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഏതാണ് ശരി, ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് എനി ടു സ്ക്വയർ മെട്രിക്സ് ഓഫ് ദ സെയിം ഓർഡർ ഈസ് ഫോൾസ്. അപ്പോൾ ഇത് തെറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അഡിഷൻ അസോസിയേറ്റീവ് ആണെന്നുള്ളത് തെറ്റാണോ, മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്നുള്ളത് തെറ്റാണോ, മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണെന്നുള്ളത് തെറ്റാണോ, അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്നുള്ളത് തെറ്റാണോ, നിങ്ങൾ നോക്കി പറയാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ നമ്മൾ പഠിച്ചു, മെട്രിക്സ് എന്താണ്, മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്സ് ഓഫ് മെട്രിക്സസ്, മെട്രിക്സിൻ്റെ ഓപ്പറേഷൻ, അതിൽ സിമെട്രിക്ക്, സ്ക്യൂ സിമെട്രിക്ക്, പിന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അപ്പോൾ മാക്സിമം ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിച്ചു പോവുക. ഓക്കെ, താങ്ക്